Guys, welcome back to our YouTube channel. അപ്പോൾ കിയാരനെ ഞാൻ കുറേ ദിവസമായിട്ട് പറ്റിക്കായിരുന്നു. ഫാത്തിമേൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെയായിട്ടും കുറേ ആയി പോവാതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാത്തിമേൻ്റെ വീട്ടിൽ പോവുകയാണ്. ഫാത്തിമയുണ്ട് നമ്മളൊന്നിച്ചോളെ വീട്ടിൽ പോവാൻ, അമ്മയുണ്ട് നമ്മളൊന്നിച്ച്. ഇവക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ. കിയാര എവിടെ പോന്നേ ആടെ ഫാത്തിമേൻ്റെ വീട്ടിലേക്ക് വന്നാ. ഇവിടെ നെറ്റിയിലുള്ള സാധനം ഞാൻ വിചാരിച്ചത് കുറിയാണെന്നാണ്. അത് ബ്ലാക്ക് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ അത് വേറെന്തോ കൊണ്ടതുപോലെ ഉണ്ട്. അത് പോകുന്നില്ല തുടയ്ക്കുമ്പോൾ. എന്തായെന്ന് അറിയില്ല. നല്ല കല പോലെയുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ആള് ടോയ്സൊക്കെ വെച്ച് കളിക്കുവാണ്. അപ്പോൾ ഇവളുടെ സ്വന്തം ടോയ്സൊന്നും ഇവക്ക് വേണ്ട. അതെല്ലാ കുട്ടികളും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അമ്മമ്മയാണെങ്കിൽ അവിടെ ഫാത്തിമേൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. ഇവളുണ്ടല്ലോ ഇപ്പോൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മടി കാണിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പറയും ഫാത്തിമേൻ്റെ അവിടെ പോവാന്നൊക്കെ. കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവാറുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ആവുമ്പോൾ 3 സ്റ്റെപ്പ് ഇടും, അപ്പം തന്നെ അവിടെ ഇരിക്കും. അതാണ് കയ്യിൽ പിടിച്ചോ. എന്തായി എന്ത് അമ്മക്കായി എന്തേ ഇതാ പിടിച്ചോ. ഫാത്തിമ കൊടുക്കണം. എന്നാ ഫാത്തിമ ഇപ്പൊ പൊട്ടിക്കണ്ട വേണ്ട. അപ്പൊ ഇവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിന്നാലും നമ്മുടെ വീട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം സംഭവം കിയാരൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ കിയാര അതിനെ ലോയ എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ നോക്കും, കളിപ്പിക്കുകയൊക്കെ ചെയ്യും. കുറേ സമയം അവിടെ കളിച്ചിട്ടൊക്കെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇവക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ആളൊന്ന് ഉറക്കണം. അത് കഴിഞ്ഞ് വന്നപ്പാട് തന്നെ ഫീഡ് ചെയ്തതിന് ശേഷം ആളിതാ നല്ല ഉറക്കമാണ്. അപ്പോൾ കിയാര ഉറങ്ങി. അപ്പോൾ അവളാണെങ്കിൽ രാവിലെ കുറച്ച് ഉറങ്ങിയത് മാത്രമായിരുന്നു. അതിന് ശേഷം ഉറങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആൾക്ക് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഈ സമയത്ത് അവൾ ഉറങ്ങിയത് കൊണ്ട് കുറച്ച് ബേക്കറി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ദിവസം മഴയുണ്ടായതുകൊണ്ട് വൈകുന്നേരം ആ സമയത്ത് ഒരു മഴയും ഇന്നലെ നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും. നല്ല വിശപ്പും അങ്ങനെയൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഹസ്ബൻഡിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആള് കൊണ്ടുവന്നതാണ് ഈ സാധനമൊക്കെ. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് ടേസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിലും മഴയില്ല, ഒന്നുമില്ല, നല്ല വെയിലും. ഇപ്പോൾ ഒരു വേറെ തന്നെ ഇതാണ്. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് തന്നെ തീർക്കും തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, പുറമേ ഇങ്ങനെ ഒരു ഷുഗറിൻ്റെ കോട്ടിങ് പോലെ ആയിട്ട് ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സാധനമാണ്. പിന്നെ ഇതിനെ നമ്മൾ ഇവിടെ മസാല ചക്കളി എന്ന് പറയും, മുറുക്ക് അങ്ങനെയും പറയാറുണ്ട്. ഇതൊക്കെ അടൂറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അപ്പം ഞാനത് മുഴുവൻ ഒറ്റയടിക്ക് കഴിച്ചു തീർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.